മറ്റ് ജീവികളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് അവൻ്റെ വിശേഷ ബുദ്ധിയും വൈജ്ഞാനിക ജ്ഞാനവുമാണ്. ഈ സവിശേഷത മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ, അതായത് തലച്ചോറിന്റെ വികാസവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. പരിണാമ വഴിയിൽ മനുഷ്യന്റെ തലച്ചോറ് പൂർവികരെക്കാൾ 3 മടങ്ങ് വലുതായിട്ടുണ്ട് അല്ലെങ്കിൽ വികസിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മനുഷ്യനെ മനുഷ്യനാക്കുന്ന തലച്ചോറിന്റെ വികാസം പരിണാമ വഴിയിൽ ഏത് ഘട്ടത്തിൽ എവിടെ വെച്ച് നടന്നു എന്നുള്ളതിന് ഒരുപാട് അനുമാനങ്ങളുണ്ടെങ്കിലും ഈ ചോദ്യം ഇന്നും ശാസ്ത്രജ്ഞരെ കുഴക്കുന്ന ഒന്നാണ്. തലച്ചോർ ഏറ്റവും ഊർജം ഉപയോഗിക്കുന്ന അവയവമാണ്. മനുഷ്യ മസ്തിഷ്കം അതിന്റെ വലിപ്പം കൊണ്ടും സങ്കീർണത കൊണ്ടും പ്രത്യേകിച്ചും ഊർജം ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഹൈ മെറ്റബോളിക് എക്സ്പെൻഡിച്ചർ ഉള്ള ഒരു അവയവമാണ് തലച്ചോർ എന്ന് ശാസ്ത്രലോകം പറയുന്നു. ഇത്രമാത്രം വലിയ അളവിൽ ഊർജം എങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു മനുഷ്യ ശരീരത്തിൽ എന്നതാണ് ഈ ചോദ്യത്തിന്റെ കാതൽ. ചുരുക്കത്തിൽ ദഹനം എളുപ്പമാകാനും പോഷണ ലഭ്യത കൂട്ടാനും ശരീരത്തിലെ സിംബയോട്ടിക് ബാക്ടീരിയകളെ മെച്ചപ്പെടുത്താനും രോഗപ്രതിരോധ ശേഷി മൊത്തത്തിൽ കൂട്ടാനും എക്സ്റ്റേണൽ ഫെർമെന്റേഷൻ കാരണമാകുന്നു. ഇതിലൂടെ തലച്ചോറിന്റെ വികാസത്തിനായി കൂടുതൽ ഊർജം മാറ്റിവെക്കാൻ കഴിഞ്ഞതാകാം മനുഷ്യന്റെ ആവിർഭാവത്തിനുള്ള കാരണമെന്ന് ശാസ്ത്രലോകം കരുതുന്നു. എക്സ്റ്റേണൽ ഫെർമെന്റേഷൻ എന്ന വിദ്യ പൂർവികന്മാരിൽ തലച്ചോറിന്റെ വളർച്ചയ്ക്ക് ഒരു ത്വരകമായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അത് ആധുനിക മനുഷ്യന്റെ ആവിർഭാവത്തിന് കാരണമായി എന്നുമാണ് ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നത്. ഒരുപക്ഷെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതും അത് ശേഖരിച്ചു വെക്കുന്നതുമായിരിക്കാം ആധുനിക മനുഷ്യനെ പൂർവികന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഒരു സ്വഭാവമെന്ന് ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നുണ്ട്. ആധുനിക മനുഷ്യന്റെ ഉൽപ്പത്തിയിലേക്കും ആവിർഭാവത്തിലേക്കും നയിച്ച് കൂടുതൽ തെളിവുകൾക്കായി ശാസ്ത്രലോകം ഇന്നും അന്വേഷണത്തിലാണ്.